1967 സെൽവരാജ് എന്നൊരു കുട്ടി അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പം താമ്രപുരം എന്ന സ്ഥലത്ത് ആറ്റിൽ കുളിക്കുവാനായി പോയി. ചെളി മണൽ നിറഞ്ഞ ആ ആറിന്റെ തീരത്ത് നിന്ന് അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ രക്ഷിക്കണേ എന്ന അല്പം മാറി കുളിച്ചുകൊണ്ട് നിന്ന അവന്റെ സഹോദരിയുടെ കരച്ചിൽ അവൻ കേട്ടു. അവൻ നോക്കിയപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരിയാണ് അവൻ കണ്ടത്. അവളെ രക്ഷിക്കാൻ ആരും തയ്യാറായില്ല. മകളുടെ കരച്ചിൽ കേട്ട് അവളുടെ അമ്മ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ അവളും അമ്മയും ആ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. രണ്ടുപേരെയും ആരും രക്ഷിക്കാൻ വന്നില്ല. ഒരു നിവൃത്തിയുമില്ലാതെ സെൽവരാജ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ 3 പേരും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. മരിച്ചു പോകുമെന്ന് ചിന്തിച്ച ആ സമയം അവരുടെ കാൽ ഒരു പാറക്കെട്ടിൽ മുട്ടി. അതിൽ പിടിച്ച് മുകളിലേക്ക് വന്ന അവർ ആ വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 1978 നാഗ്പൂരിലെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സെൽവരാജ് അവൻ ഒരു ദിവസം രാവിലെ മുതൽ ഛർദ്ദിക്കുവാൻ ആരംഭിച്ചു. ഛർദിൽ അമിതമായി 3 നാൾ ജീവനു വേണ്ടി പോരാടി അവൻ ഹോസ്പിറ്റലിൽ ICUവിൽ കിടന്നു. അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അപ്പോഴും ദൈവം അവനെ ആ രോഗത്തിൽ നിന്ന് രക്ഷിച്ചു. 2016 ജൂലൈ മാസം 11 തന്റെ 2 വീലറിൽ യാത്ര ചെയ്യുകയായിരുന്ന സെൽവരാജിനെ മറ്റൊരു ബൈക്ക് ഇടിച്ചു. മരണത്തോട് മല്ലിട്ട അവനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിലെത്തിച്ചു. അവിടെയും ദൈവം അവന്റെ പ്രാണനെ കാത്തു. 3 തവണ തന്റെ പ്രാണനെ രക്ഷിച്ച ദൈവം ഇനിയും എന്നെ കാക്കും എന്ന ഉറപ്പോടെ ഇന്നും സെൽവരാജ് ജീവിക്കുന്നു. നമ്മയെല്ലാം ഇങ്ങനെ എത്ര പ്രാവശ്യമാണ് ദൈവം ഓരോരോ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. നിങ്ങളെയും എത്ര പ്രാവശ്യം മരണത്തിൽ നിന്നും ദൈവം രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളത് ഓർക്കുന്നുവോ? നാം ദൈവത്തോട് നന്ദിയുള്ളവരാണോ? ഇന്ന് അവനായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കൂ.